തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഭവന സന്ദർശനത്തിന് സിപിഐയും. ജനുവരി 15 മുതൽ 30 വരെയാണ് ഭവന സന്ദർശനം. ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പായാണ് തിരിച്ചടിയെ കാണുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തെ ചരിത്രത്തിന്റെ അവസാനമായിട്ടല്ല, കാലത്തിന്റെ തീരുമാനത്തിന്റെ ഫലമായിട്ട് കാണുകയാണ്. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാം ആദരവോടുകൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. കാരണം CPIക്ക് അറിയാം, എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാതൽ. ആ ജനങ്ങൾ വിധി പറഞ്ഞാൽ ഞങ്ങൾ ആ വിധിയെഴുത്തിനെ തലതാഴ്ത്തിപ്പിടിച്ച് അംഗീകരിക്കും. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ആവർത്തിക്കുകയാണ് CPI. ഇനിയിപ്പോൾ എന്താണ് നീക്കം ഈ ഭവന സന്ദർശനത്തിലൂടെ? ശ്രുതി, അതായത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഏത് തരത്തിലാണ് തെറ്റിതിരുത്തി കൂടെ കൂട്ടേണ്ടത് എന്നുള്ള കാര്യം CPIയും ഇടതുമുന്നണിയും കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതൃയോഗങ്ങൾ CPIയും CPIഎമ്മുമെല്ലാം ഇടതു പാർട്ടികളെല്ലാം തന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായി ചേരുകയും ചെയ്യുകയാണ്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേരുകയും അതിനകത്താണ് ഇത്തരമൊരു തെറ്റുതിരുത്തൽ പാർട്ടിക്കകത്തും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്, ജനങ്ങളെ കൂടെ കൂട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ജനുവരി 15 മുതൽ 30 വരെ ഭവന സന്ദർശനം എന്നുള്ള ഒരു പരിപാടിക്ക് CPI നേതൃത്വം കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഒരുപാട് വിഷയങ്ങൾ, അത് സംസ്ഥാന സർക്കാർ വികസന നേട്ടങ്ങൾ ഒരുപാട് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ആ വികസന നേട്ടങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്നത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക എന്നതായിരിക്കണം ഈ ഭവന സന്ദർശനം കൊണ്ട് CPI ഉദ്ദേശിക്കുന്നത്. ശബരിമല വിഷയം ഉൾപ്പെടെ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള വിവാദം, അതിനാനുപാതികമായി CPIഎമ്മിൻ്റെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അറസ്റ്റിലായിട്ട് കൂടി നടപടിയെടുക്കാത്ത വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് നയിച്ചതാണ്. സ്വാഭാവികമായും ആ വിഷയങ്ങൾ ഉൾപ്പെടെ ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുകയും അതിനകത്ത് എവിടെയാണ് പോരായ്മ സംഭവിച്ചത്, എവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ജനങ്ങളോട് നേരിട്ട് സംവദിച്ച് അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് CPI ഇത്തരം ഒരു ഭവന സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നടത്തിയിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു അല്പം കൂടി തുറന്ന പ്രതികരണം തന്നെയാണ്. തെറ്റ് തിരുത്തേണ്ടതുണ്ട്, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും, ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനും ഒഴികെ പണിയെടുക്കുന്ന എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റ് സ്വാഭാവികമായും ഇടതുമുന്നണിക്കും സർക്കാരിനുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അത് ജനങ്ങളെ നേരിൽ കണ്ട് വിലയിരുത്തേണ്ടത്, പഠിക്കേണ്ടത്, അത് തിരുത്തേണ്ടത് ഒക്കെ ഒരു മുന്നണിയുടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ ആവശ്യമാണ്. അത്തരത്തിൽ ഒരു വിലയിരുത്തലുകളും പഠനവും തിരുത്തലുകളുമൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ കൂടിയാണ് ഈ പറയുന്ന ജനുവരി 15 തീയതി മുതൽ നടക്കുന്ന ഭവന സന്ദർശനത്തെയും കാണേണ്ടത്. എന്തായാലും ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് ഇടതുമുന്നണി CPI കടക്കുന്നുവെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്ന രീതിയിലാണ് ഈ ഭവന സന്ദർശനം നടക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ കൂടി നടക്കുകയാണ്. അതിനകത്തും ജനങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രീതിയിൽ സംസാരിക്കുമെന്നുള്ള കാര്യം കൂടി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മൂന്നാം ഇടതു സർക്കാരിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടുള്ള തിരിച്ചടി മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഒരു മൂന്നാം പിണറായി സർക്കാർ, ഇടതുമുന്നണി സർക്കാരിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലുകളും ഈ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്നും സംഘടനാപരമായ രീതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രുതി. ഓക്കെ അർജുൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട്.